Then branches of accounting. ഇത് വളരെ റെയർ ആയിട്ട് മാത്രം ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ള ഒരു സാധനമാണ്. ബട്ട് സ്റ്റിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിന്റെ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകൾ എന്തൊക്കെയാ നോക്കാം. ഒന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്, solely completely related to financial transactions only. Find out result of the business, provide information about the financial position. Profit and loss അറിയാൻ വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യുന്ന പ്രോസസ്സാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ ഡാറ്റ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ആർ അസർട്ടൈൻഡ് ആൻഡ് കൺട്രോൾഡ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് നമ്മൾ കണ്ടെത്തുക. ഇപ്പൊ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു മൊബൈൽ ഫോൺ ആണെങ്കിൽ ഈ മൊബൈൽ ഫോണിന്റെ കോസ്റ്റ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, ആ കോസ്റ്റ് നമ്മൾ കൺട്രോൾ ചെയ്യുകയും കൂടെ വേണം. വിച്ച് മീൻസ് എവിടെയെല്ലാം കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കുറയ്ക്കാതെ എവിടെയെല്ലാം നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റും, അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്തിട്ട് പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാം. കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് വരുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഒരു വൈഡ് ആയിട്ടുള്ള ടേം ആണ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ദാറ്റ് ഈസ് യൂസ്ഫുൾ ടു മാനേജ്മെന്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ആക്ച്വലി മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഭാഗമാണെന്ത്, കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും ഒക്കെ. മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഡാറ്റ കൊടുക്കുന്ന, ഇൻഫോർമേഷൻസ് കൊടുക്കുന്ന അക്കൗണ്ടിങ് ആണെന്ത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അപ്പൊ ഇതെല്ലാം മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് അണ്ടറിൽ വരുന്നത് നമുക്ക് കണക്കാക്കാം. കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ള ടേം ആണ്. ഇതാണ് 3 ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം, മേ ബി ക്വസ്റ്റ്യൻ വന്നേക്കാം, നോട്ട് എ ഷോർട്ട് ക്വസ്റ്റ്യൻ. ഇത് വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ 1 മാർക്കും ചോദിക്കാറുണ്ട്. അതായത് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസിൽ ഉണ്ടായിരിക്കേണ്ട, നമ്മൾ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളാണ്, നമ്മൾ അക്കൗണ്ടന്റുമാരാണ്. നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഡാറ്റ കൊടുക്കുന്ന സമയത്ത് ആ ഡാറ്റയ്ക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. ഇപ്പൊ നിങ്ങളൊരു ഡാറ്റ ഒരാൾക്ക് കൊടുക്കുന്നു, ഒരു ഇൻഫോർമേഷൻ ഒരാൾക്ക് കൊടുക്കുന്നു, ആ ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഏറ്റവും നല്ല സവിശേഷതകൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യു ഹാവ് ടു റിമെമ്പർ ഇറ്റ്. നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കണം. കൂടാതെ ഇത് എക്സാമിന് ഉറപ്പായിട്ടും വരുന്ന ഒരു ചോദ്യമാണ്, അതുകൊണ്ട് പഠിച്ച് തന്നെ പോകണം. ഓക്കെ, നമ്പർ 1 റിലയബിലിറ്റി ആണ്. ഒന്നാമത്തെ കാര്യം, ഡാറ്റ റിലയബിൾ ആയിരിക്കണം. യു നോ വാട്ട് ഈസ് റിലയബിലിറ്റി? വാട്ട് യു മീൻ ബൈ റിലയബിലിറ്റി? റിലയബിൾ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വിശ്വസിക്കാൻ പറ്റുന്ന ആള്. നമ്മൾ കൊടുക്കുന്ന ഡാറ്റ റിലയബിൾ ആയിരിക്കണം. റിലയബിൾ ആവണമെങ്കിൽ അതിനെന്ത് വേണം? അത് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. അതിന്റെ പുറകിൽ തെളിവുണ്ടാവണം. തെളിവില്ലാത്ത ഡാറ്റ കൊടുത്താൽ ദാറ്റ് ഈസ് നോട്ട് റിലയബിൾ. നമ്മൾ വെറുതെ അങ്ങ് പറയാണ് ഈ മാസത്തെ സെയില് 10 ലക്ഷം രൂപയാണെന്ന്, വെറുതെ അങ്ങ് പറയാണ് 10 ലക്ഷമാണ്. ദാറ്റ് ഈസ് നോട്ട് എ റിലയബിൾ ഡാറ്റ. അതിന്റെ പുറകിൽ നമുക്ക് കൃത്യമായിട്ട് ബില്ല് കൊടുക്കാൻ വേണ്ടി പറ്റണം. 10 ലക്ഷത്തിന്റെ സെയിൽ നടന്നിട്ടുണ്ട്, അതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ നമ്മുടെ ഇൻവോയ്സോ നമുക്ക് കൊടുക്കാൻ പറ്റണം. ബാക്കപ്പ് ആയിട്ട് നമുക്ക് എന്ത് വെക്കാൻ വേണ്ടി പറ്റണം? തെളിവ് വെക്കാൻ പറ്റണം. തെളിവ് വെച്ചാൽ ദാറ്റ് ഈസ് റിലയബിൾ ഡാറ്റ. ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. സോ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ വിൽ ബി റിലയബിൾ ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം എറേഴ്സ് ആൻഡ് ബയാസ്. അതിന് എറർ ഉണ്ടാവാൻ പാടില്ല, അത് ബയാസ്ഡ് ആവാൻ പാടില്ല, മിസ്റ്റേക്സ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. എറർ ഫ്രീ ആയിരിക്കണം, അതേപോലെ ബയാസ്ഡ് ആവരുത്. ബയാസ്ഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചായ്വുള്ളെന്ന് അർത്ഥം. ഇപ്പൊ അക്കൗണ്ടന്റ് ഇഷ്ടപ്രകാരം കൊടുക്കുന്ന ഡാറ്റ ആവരുത്, അയാളുടെ താല്പര്യപ്രകാരം കൊടുക്കുന്ന ഡാറ്റ ആവരുത്. കറക്റ്റ് റിയൽ ആയിട്ടുള്ള ഫാക്ട് പ്രകാരം കൊടുക്കുന്ന ഡാറ്റ ആയിരിക്കണം. സോ ബേസ്ഡ് ഓൺ പ്രൂഫ് ആയിരിക്കണം, ബേസ്ഡ് ഓൺ എവിഡൻസ് ആയിരിക്കണം. സോ ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ എവിഡൻസ്. ഡാറ്റ എപ്പോഴും എന്തായിരിക്കണം? ബേസ്ഡ് ഓൺ എവിഡൻസ് ആയിരിക്കണം. ഓക്കെ. മറ്റൊന്ന്, രണ്ടാമത്തെ പ്രധാനപ്പെട്ട ക്വാളിറ്റി റെലവൻസ് ആണ്. ദ ഡാറ്റ ഷുഡ് ബി റെലവൻറ്റ്. റെലവൻറ്റ് ആയിരിക്കണം. റെലവൻറ്റ് മീൻസ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഈസ് സെഡ് ടു ബി റെലവൻറ്റ് ഇഫ് ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ് ദ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമായ ഡാറ്റ ഓൺ ടൈമിൽ കൊടുക്കണം. ഇപ്പൊ നമ്മൾ ജനുവരിയിൽ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ നമ്മൾ ആ ഡാറ്റ എടുത്തു കൊടുക്കുന്നത് ജനുവരിയിലെ ഡാറ്റയാണ്, അല്ലാതെ കുറേ വർഷം മുമ്പുള്ള ഡാറ്റ എടുത്തു കൊടുത്തിട്ട് കാര്യമില്ല. ആ ഒരു ഓൺ ടൈമിൽ നമുക്ക് ഡാറ്റ എടുത്തു കൊടുക്കാൻ വേണ്ടി പറ്റണം. സോ ഇറ്റ് ഷുഡ് ബി റെലവൻറ്റ്, പ്രാധാന്യമുള്ളതായിരിക്കണം. സോ റിലയബിൾ ആയിരിക്കണം, റെലവൻറ്റ് ആയിരിക്കണം. തേർഡ് വൺ,
understandability. So every user can understand it. എല്ലാ യൂസേഴ്സിനും മനസ്സിലാവണം. നിങ്ങൾ കൊടുക്കുന്ന ഡാറ്റ എവറി യൂസർ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓണർക്ക് മനസ്സിലാവണം, ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലാവണം, എംപ്ലോയീസിന് മനസ്സിലാവണം, മാനേജ്മെന്റിനും മനസ്സിലാവണം. എവറിബഡി ക്യാൻ അണ്ടർസ്റ്റാൻഡ്, റൈറ്റ്? ഇതൊരാൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ ആ ഡാറ്റ കൊണ്ട് ഒരു ഉപകാരമില്ല. നമ്മളെപ്പോഴും എല്ലാ ആളുകൾക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഡാറ്റ നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഷുഡ് ബി അണ്ടർസ്റ്റാൻഡബിൾ ടു ഓൾ ദ യൂസേഴ്സ്. ഫൈനലി കമ്പയറബിലിറ്റി. അക്കൗണ്ടിങ് ഡാറ്റ ഷുഡ് ബി കമ്പയറബിൾ. എങ്ങനെ കമ്പയറബിൾ ആയിരിക്കണം? നമുക്ക് 2023 ഡാറ്റയും 2024 ഡാറ്റയും തമ്മിൽ പരസ്പരം കമ്പയർ ചെയ്യാൻ പറ്റണം. ഇയർ 1 ടു ഇയർ 2 നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റണം. എങ്കിലേ നമുക്ക് ഗ്രോത്ത് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓർ നമുക്ക് രണ്ട് ഫേമുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റണം. ഫേം ബി, ഫേം എ. ഇവിടെ എ ലിമിറ്റഡ് ഉണ്ട്, ബി ലിമിറ്റഡ് ഉണ്ട്. നമുക്ക് രണ്ട് ഫേമും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റണം. ഡാറ്റ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റണം. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി കമ്പയറബിൾ. ഡാറ്റ ഷുഡ് ബി കമ്പയറബിൾ. ഈ 4 പോയിന്റ് മറന്നുപോകാതെ പഠിച്ചു നോക്കുക. ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ഓഫ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി accounting information. Number 1, reliability. Number 2, relevance. Number 3, understandability. Number 4, comparability. Okay, അപ്പോൾ 4 പഠിച്ചു വെക്കുക. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ടേംസ് ഇൻ അക്കൗണ്ടിങ്. കം ടു ദ മെയിൻ പോയിന്റ്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? വി ഹാവ് ടു ലേൺ ദിസ് ജേണൽ. ജേണൽ എങ്ങനെ എഴുതും നമ്മൾ പഠിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു 2 മാർക്കിന്റെ ചോദ്യം ഉറപ്പായിട്ടും വരുന്നതാണ്. അവിടെ ജേണൽ പഠിക്കണമെങ്കിൽ നമ്മൾ ഈ ടേംസ് പഠിച്ചേ പറ്റുള്ളൂ. എക്സാമിന് ടേംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യം 99% ഉണ്ടാവും. അത് മേ ബി 1 മാർക്കിന്റെ ചോദ്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കാം, ഓർ 3 or 4 മാർക്സിന്റെ എസ് ആയിരിക്കാം. ഇതിന്റെ ടെർമിനോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇപ്പൊ നമ്മൾ പുതിയൊരു സബ്ജക്ട് പഠിക്കുകയാണ്, അക്കൗണ്ടിങ്. ആ അക്കൗണ്ടിങ്ങിലെ പ്രധാനപ്പെട്ട ടേംസ് നമുക്ക് മനസ്സിലാവണം. നമ്മൾ വേഗത്തിൽ ടേംസ് പറഞ്ഞു പോവാണ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ടേം അറിയാത്തതുണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യുക, ചോദിക്കാം. ഏത് ടെർമിനോളജി ആണെങ്കിലും എനി ഡൗട്ട് യു ക്യാൻ ആസ്ക്. നമ്മൾ ഒരു നോർമൽ കേസിൽ എല്ലാ ടെർമിനോളജീസും വേഗം പറഞ്ഞു പോവാണ്. ഏതെങ്കിലും ഭാഗത്ത് മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഓക്കെ, നമ്പർ 1 ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ്. ബിസിനസ് ട്രാൻസാക്ഷൻസ്. A business transaction is a financial transaction between 2 or more parties that involve exchange of goods, money or services. It may be cash transaction or credit transaction. So, 2 പോയിന്റുകൾ തമ്മിലുള്ള, അപ്പോൾ 2 പേര് തമ്മിലുള്ള അല്ലെങ്കിൽ 2 എൻറ്റിറ്റികൾ തമ്മിലുള്ള എക്സ്ചേഞ്ചിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് വിളിക്കുക. അവിടെ എന്തൊക്കെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടാം? പണമാവാം, ഗുഡ്സ് ആവാം, സർവീസ് ആവാം. ഇത് കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുക? അതിനെ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാം. And there are 2 types of transaction. Number 1 is cash transaction, which means അവിടെ ക്യാഷ് ഇൻവോൾവ് ആയിരിക്കും. നിങ്ങൾ ഒന്നുകിൽ പണം പുറത്തേക്ക് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിലോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്, which means പണം ഇല്ല, മണി അവിടെ വന്നിട്ടില്ല, പിന്നീട് വരും. which means നമുക്ക് പൈസ കിട്ടാനുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കാനുണ്ടാവും. ഇതാണ് 2 type of business transactions. Simply business transaction means exchange of something between 2 entities. That may be goods, service or cash. അല്ലേ? പണം ഇടപാടാവാം, അല്ലെങ്കിൽ സർവീസിന്റെ കൈമാറ്റമാവാം, അല്ലെങ്കിൽ ഗുഡ്സിന്റെ കൈമാറ്റമാവാം. ഇത് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. ബിസിനസ് ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ അക്കൗണ്ടന്റുമാർ റെക്കോർഡ് ചെയ്യുള്ളൂ. ഓക്കെ, റൈറ്റ്. അസറ്റ്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. വാട്ട് യു മീൻ ബൈ അസറ്റ്? അസറ്റിന്റെ മീനിങ് ഏതാ ചോദിക്കാറുണ്ട്, ടൈപ്പ് ചോദിക്കാറുണ്ട്. സോ യു പീപ്പിൾ ലേണിംഗ് അക്കൗണ്ടിങ്, നിങ്ങൾ അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ടേം ആണെന്ത്? അസറ്റ്. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് അസറ്റ്. അസറ്റ്സ് ആർ മെറ്റീരിയൽ തിങ്സ് ഓർ പൊസഷൻ ഓർ പ്രോപ്പർട്ടീസ് ഓഫ് ദ ബിസിനസ്, ഇൻക്ലൂഡിംഗ് എമൗണ്ട് ഡ്യൂ ഇറ്റ് ഫ്രം അതേഴ്സ്, ഡ്യൂ ടു ഇറ്റ്സ് ഫ്രം അതേഴ്സ്. അസറ്റ് ഹെൽപ്സ് ടു ജനറേറ്റ് ഇൻകം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അസറ്റ്സ് ആർ തിങ്സ് ഓർ പ്രോപ്പർട്ടീസ് ഓൺഡ് ബൈ ദ ബിസിനസ്. ബിസിനസിന്റെ ഓണർഷിപ്പിലുള്ള തിങ്സിനെയോ പ്രോപ്പർട്ടീസിനെയോ
അല്ലെങ്കിൽ നമുക്ക് പണം തരാനുള്ളവരെയോ ആണ് നമ്മൾ അസറ്റ് എന്ന് വിളിക്കുക. അസറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ക്യാൻ ജനറേറ്റ് ഫ്യൂച്ചർ ഇൻകം, ഇറ്റ് ക്യാൻ ജനറേറ്റ് മണി, ഇറ്റ് ക്യാൻ ജനറേറ്റ് റവന്യൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചർ. നോക്കൂ, റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനത്തെ നമ്മൾ അസറ്റ് എന്ന് വിളിക്കില്ല. ഐ എം റിപ്പീറ്റിംഗ്. ഇപ്പം ഞാൻ എക്സാമ്പിൾ എടുത്ത്, നിങ്ങളെ വീട്ടിൽ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവും, പലതും വേസ്റ്റ് ആയിരിക്കും അല്ലെ? നമ്മളടക്കമുള്ള പല ആളുകളും വീട്ടിൽ വേസ്റ്റ് ആയിരിക്കും. പക്ഷേ ബിസിനസ്സിൽ അത് പറ്റില്ല. ഇഫ് യു ബോട്ട് സംതിങ്, നിങ്ങളൊരു സാധനം വാങ്ങിച്ചാൽ അതിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടാവണം, ബിസിനസ്സിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അതിനെ കൊണ്ട് ഫ്യൂച്ചറിൽ നമുക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റണം. റവന്യൂ ഉണ്ടാക്കാൻ പറ്റാത്ത സാധനം അസറ്റ് അല്ല, റൈറ്റ്? അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കുക, ഒരു ബിസിനസ്സിനകത്ത് പിന്നീട് മുൻകൂട്ടി ഫ്യൂച്ചറിൽ റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് നമ്മൾ അസറ്റ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് വി ക്യാൻ കോൾ അസറ്റ്സ്. രണ്ട് കണ്ടീഷൻസ് ആണ്. ഒന്ന് ഫ്യൂച്ചറിൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റണം, മറ്റൊന്ന് ബിസിനസ് ഓൺ ചെയ്യുന്നതായിരിക്കണം. മറ്റൊരാളത് നമുക്ക് അസറ്റ്, നമ്മളെ അസറ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല, അത് ഓൺഡ് ബൈ ബിസിനസ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ, കമ്പ്യൂട്ടേഴ്സ്, എക്യുപ്മെന്റ്സ്, ക്യാഷ്, ബാങ്ക് ബാലൻസ്, ഡെറ്റേഴ്സ്. നമുക്ക് പണം തരാനുള്ള ആളാണ്, ഫ്യൂച്ചറിൽ നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്. സോ ഡെറ്റേഴ്സ് ഈസ് ഓൾസോ എൻ അസറ്റ്. These are things or properties or amount to be received. നമുക്ക് കിട്ടേണ്ട പൈസയാണ്, അത് ഫ്യൂച്ചറിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആൻഡ് അസറ്റ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഫിക്സഡ് അല്ലെങ്കിൽ നോൺ കറന്റ് അസറ്റ് ആൻഡ് കറന്റ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പോയിന്റ് കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളാം. ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ നോൺ കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 ഇയറിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന അസറ്റ് ആണ് അല്ലെ? മോർ ദാൻ 1 ഇയറിലേക്ക് യൂസ് ചെയ്യുന്ന അസറ്റ് ആണ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ, കമ്പ്യൂട്ടേഴ്സ്, എക്യുപ്മെന്റ്സ് ഒക്കെ ഫിക്സഡ് അസറ്റ് ആണ്. ക്ലിയർ? മോർ ദാൻ 1 ഇയറിലേക്ക് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് മോർ ദാൻ 1 ഇയറിൽ കിട്ടുന്നു. വി ഗോട്ട് ദ ബെനിഫിറ്റ് ഫോർ മോർ ദാൻ 1 ഇയർ. ദാറ്റ് ഈസ് കോൾഡ് ഫിക്സഡ് അസറ്റ്. ഇവിടെ എപ്പോഴും കുട്ടികൾക്ക് ഒരു ഡൗട്ട് വരാറുണ്ട്. ഞാനൊരു ഫർണിച്ചർ വാങ്ങുന്നു, ഫർണിച്ചർ ഈസ് എ ഫിക്സഡ് അസറ്റ്. മൈൻഡിൽ ഫിക്സ് ആക്കി വെച്ചോളാം, ഫർണിച്ചർ ഒരു ഫിക്സഡ് അസറ്റ് ആണ്. പക്ഷേ നമ്മൾ ഫർണിച്ചർ ജനുവരിയിൽ വാങ്ങിയിട്ട് നമ്മൾ മാർച്ചിൽ സെല്ല് ചെയ്യുന്നു, നമ്മളത് ഒഴിവാക്കുന്നു, നമ്മുടെ കയ്യിൽ നിന്ന് അത് ഒഴിവാക്കുന്നു. 3 മാസമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് കറന്റ് അസറ്റ് ആവുമോ? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ആൻസർ ചെയ്യാം പെട്ടെന്ന്. ഐ ഗിവ് 2-3 സെക്കൻഡ്സ് ഓൺലി. പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഫർണിച്ചർ 3 മാസം കൊണ്ട് നമ്മൾ ഒഴിവാക്കിയാൽ, നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ അത് നമുക്കത് കറന്റ് അസറ്റ് എന്ന് വിളിക്കാൻ പറ്റുമോ? നമ്മുടെ കണ്ടീഷൻ പ്രകാരം ഫിക്സഡ് അസറ്റ് ആവണമെങ്കിൽ മോർ ദാൻ 1 ഇയർ യൂസ് ചെയ്യണം. എനിബഡി കൻ ആൻസർ? 3 മാസം ഉപയോഗിച്ച ഫർണിച്ചർ, 3 മാസം ഉപയോഗിച്ച ഫർണിച്ചർ കറന്റ് അസറ്റ് ആണോ? എസ് പെർ ദി റൂൾ മോർ ദാൻ 1 ഇയർ പോയാലേ ഫിക്സഡ് അസറ്റ് ആവുള്ളൂ. നോ ആൻസർ? തെറ്റിയാലൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. ഓക്കെ, ഐ ആം ടെല്ലിംഗ് ദ പോയിന്റ് ഓർത്ത് വെച്ചോളാം. നിങ്ങൾ 1 മാസം ഉപയോഗിച്ചാലും 11 മാസം ഉപയോഗിച്ചാലും ഫർണിച്ചർ ഫിക്സഡ് അസറ്റ് തന്നെയാണ്. അതിന്റെ കാരണം ഇന്റൻഷൻ ഓഫ് യൂസ് ആണ്. നിങ്ങൾ എന്ത് ഇന്റൻഷനോട് കൂടിയാണ് ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നത്, അതാണ്. നമ്മൾ ചില അസറ്റൊക്കെ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് വിൽക്കേണ്ടി വരും, അതിന് ഡ്രോബാക്ക് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മോശം ഉണ്ടെങ്കിൽ. ബട്ട് ദാറ്റ് ഡസ് നോട്ട് ബിക്കം കറന്റ് അസറ്റ്. അതിനെ കറന്റ് അസറ്റ് ആയിട്ട് പരിഗണിക്കരുത്. ഇറ്റ് ഈസ് ഫിക്സഡ് അസറ്റ്. നമ്മൾ ഫർണിച്ചർ വാങ്ങുന്നത്, ലാൻഡ് വാങ്ങുന്നത്, ബിൽഡിംഗ് വാങ്ങുന്നത്, വെഹിക്കിൾസ് വാങ്ങുന്നത്, എക്യുപ്മെന്റ്സ് വാങ്ങുന്നതൊക്കെ, മെഷീനറീസ് വാങ്ങുന്നതൊക്കെ എന്തിനാണ്? ഫോർ ലോങ് ടേം യൂസിനൊക്കെയാണ്. നമ്മുടെ ഇന്റൻഷൻ ലോങ് ടേം ആണ്. സോ ദാറ്റ് ഈസ് ഫിക്സഡ് അസറ്റ്. അത് എപ്പോഴും ഫിക്സഡ് അസറ്റ് ആയിരിക്കും. ഇതിന്റെ ടൈപ്സും കൂടെ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക, എക്സാമിന് സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്നതാണ്. ഫിക്സഡ് അസറ്റ് നമുക്ക് ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, വേസ്റ്റിംഗ്, ഫിക്റ്റീഷ്യസ് എന്നിങ്ങനെ 4 ആയിട്ട് തിരിക്കാം. ടാഞ്ചിബിൾ മീൻസ് വിച്ച് ക്യാൻ ടച്ച് ആൻഡ് സീൻ. തൊടാനും കാണാനും പറ്റുന്ന അസറ്റുകളാണ് ടാഞ്ചിബിൾ. എക്സാമ്പിൾ ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി, ഫർണിച്ചർ, എക്യുപ്മെന്റ്സ്, ഇതൊക്കെ എന്താണ്? ടാഞ്ചിബിൾ ആണ്. ഇൻടാഞ്ചിബിൾ മീൻസ് വിച്ച് cannot be seen or touch. നമുക്കത് തൊടാനോ കാണാനോ പറ്റില്ല, ജസ്റ്റ് ഫീൽ ഇറ്റ്. നമുക്കത് ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ. എക്സാമ്പിൾ ആണെന്ത്? ഗുഡ് വിൽ പോലെയുള്ള കാര്യങ്ങൾ. ഗുഡ് വിൽ,
പാറ്റന്റ്, കോപ്പി റൈറ്റ് ഒക്കെ എന്താണ്, അതിന് എക്സാമ്പിൾ ആണ്. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് ചില അസറ്റുകളാണ്. ഗുഡ്വിൽ, സൽപ്പേര്, പേറ്റന്റ് ചില വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനുള്ള അവകാശമാണ്. കോപ്പി റൈറ്റ്, ഇപ്പൊ നമ്മൾ സോങ്സും വീഡിയോസ് ഒക്കെ നമുക്ക് അതിന് കോപ്പി റൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വേറെ ആർക്കും അത് കോപ്പി ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവില്ല. അത് കോപ്പി ചെയ്ത് ഉപയോഗിക്കാനോ വിൽക്കാനുള്ള അവകാശം ഉണ്ടാവില്ല. അത് നമ്മളെ സംബന്ധിച്ച അസറ്റാണ്. ബട്ട് എന്റെ കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോക്കറ്റിൽ എടുത്ത് കാണിക്കാൻ പറ്റില്ല അല്ലേ. അതൊരു പീസ് ഓഫ് പേപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അഗ്രിമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുമായിട്ടുള്ള അഗ്രിമെന്റ് ആയിരിക്കും. ഓക്കെ, പാറ്റന്റും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഗുഡ്വില്ലും ഇതൊക്കെ എന്താണ്, ഇൻടാഞ്ചിബിൾ ആണ്. എക്സാമ്പിൾ ഓർത്ത് വെച്ചോളാം. വേസ്റ്റിംഗ് എന്ന് പറഞ്ഞാല് ഒരു അസറ്റ് നമ്മൾ ഉപയോഗിക്കുന്തോറും തീർന്നു പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വേസ്റ്റിംഗ് അസറ്റ്. എക്സാമ്പിൾ നാച്ചുറൽ റിസോഴ്സസ്. നമ്മൾ ക്വാറീസ് ഇല്ലേ, ക്വാറീസ് നമ്മൾ കല്ലെടുത്ത് കഴിഞ്ഞാൽ കുറെ എടുത്തു കഴിഞ്ഞാൽ അത് തീർന്നു പോകും അല്ലെ. പാറ പൊട്ടിച്ച് നമ്മൾ കുറെ പാറ എടുത്തു കഴിഞ്ഞാൽ അത് തീർന്നു പോകും. സോ ക്വാറീസ് ആൻ എക്സാമ്പിൾ. ഓയിൽ ഫീൽഡ് നമ്മൾ കുറെ എണ്ണ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരും അല്ലെ, റൈറ്റ്. ഇപ്പൊ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ലീവ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. നമ്മുടെ അതേപോലെ കൽക്കരി ഖനികൾ, മൈൻസ് നമ്മൾ കുറെ സാധനം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരും. ദാറ്റ് ഈസ് കോൾഡ് വേസ്റ്റിംഗ് അസറ്റ്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇതൊക്കെ എഴുതാം. ക്വാറീസ് എഴുതാം, മൈൻസ് എഴുതാം, ഓയിൽ ഫീൽഡ് എഴുതാം. ഓക്കെ, ഫിക്ടീഷ്യസ് അസറ്റ് മീൻസ് ജസ്റ്റ് ടെക്നിക്കൽ അസറ്റ് ആണ്. ദോസ് ആർ നോട്ട് ആക്ച്വൽ അസറ്റ്. ഫിക്ടീഷ്യസ് ആണ്, സാങ്കല്പികമാണ്. അത് എന്താണ്, നമ്മളെ ബാലൻസ് ഷീറ്റ് ഈക്വൽ ആവാൻ വേണ്ടിയിട്ട് വെറുതെ എഴുതി വെക്കുന്ന അസറ്റാണ്. അങ്ങനെ ഒരു അസറ്റ് ഒന്നും ഉണ്ടാവില്ല. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രിലിമിനറി എക്സ്പെൻസ് ഒരു എക്സാമ്പിൾ ആണ്. പ്രിലിമിനറി എക്സ്പെൻസ് നമ്മുടെ കമ്പനി തുടങ്ങുന്നതിന് മുൻപ്, രജിസ്ട്രേഷൻ നടക്കുന്നതിന് മുമ്പ് ചെലവാക്കുന്ന കുറെ പൈസയാണ്. അത് നമ്മൾ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് കൊണ്ടുപോയി എഴുതണം. എങ്കിൽ മാത്രമേ ബാലൻസ് ഷീറ്റ് എന്താവുള്ളൂ, ഈക്വൽ ആവുള്ളൂ. അതിനുവേണ്ടി താൽക്കാലികമായിട്ട് എഴുതി വെക്കുന്ന അസറ്റാണ് എന്ത്, ഫിക്ടീഷ്യസ് അസറ്റ്. എനിവേ ഈ ടൈപ്പ് ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. അസറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. വേർ കറന്റ് അസറ്റ് മീൻസ് വിച്ച് we are using for less than 1 year. ഇവിടെ നമ്മുടെ ഇന്റൻഷൻ ആണ് ക്യാഷ്, ബാങ്ക്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്. ക്യാഷ്, ബാങ്ക്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക് കറന്റ് അസറ്റ് ആണ്. ഇപ്പൊ ചില ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടോ, ക്യാഷ് നമുക്ക് എത്ര കാലം വേണേ നമ്മുടെ കയ്യിൽ വെച്ചൂടെ? 10 കൊല്ലം വെച്ചാലും ക്യാഷ് ഒന്നായി പോകുന്നില്ലല്ലോ, റൈറ്റ്? അപ്പൊ അത് ഫിക്സഡ് അസറ്റ് അല്ലേ? ഒരിക്കലും അല്ല. ക്യാഷിന്റെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു യൂസ് ഇറ്റ് ഏർലി ആസ് പോസിബിൾ. നമ്മൾ പണം ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കണം. ഹോൾഡ് ചെയ്താൽ നമുക്ക് നഷ്ടമാണ്, വാല്യൂ കുറഞ്ഞു വരുന്ന ഒരു അസറ്റ് ആണ് അല്ലേ. 10,000 ഉറുപ്പ്യ ഇന്ന് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ വാങ്ങാൻ പറ്റും. ഈ 10,000 ഒരു കൊല്ലം കഴിഞ്ഞ് കിട്ടിയാൽ നമുക്ക് അത്രയും കാര്യങ്ങൾ വാങ്ങാൻ പറ്റില്ല, മൂല്യം കുറഞ്ഞു വരും. സോ ക്യാഷ് ഒരു പ്രധാനപ്പെട്ട കറണ്ട് അസറ്റ് ആണ്, ലിക്വിഡ് അസറ്റ് ആണ്. ഓക്കെ, റൈറ്റ്. സോ ഈ രണ്ടും ഓർത്തു വെക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ടേം ആണ്. രണ്ടാമത്തെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടേം ലയബിലിറ്റി. ഡെറ്റ്സ് ഓർ എമൗണ്ട് ഓയിങ് ബൈ ദ ബിസിനസ്. എപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ഓ ചെയ്യാന്നാണ് നമ്മൾ ലയബിൾ ആവുക അർത്ഥം. സോ ഡെറ്റ് ഓർ എമൗണ്ട് ഓയിങ് ബൈ ദ കമ്പനി. നമ്മളൊരു തേർഡ് പാർട്ടിക്ക്, മറ്റൊരു വ്യക്തിക്ക് ബാധ്യതപ്പെടുന്നു, പൈസ കൊടുക്കാനുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ലയബിലിറ്റി. സിംപിളി ലയബിലിറ്റി മീൻസ് കൊടുക്കാനുള്ളത്, ടു ബി പെയ്ഡ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ലയബിലിറ്റി. എക്സാമ്പിൾ ബാങ്ക് ലോൺ, ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ആണ്. ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ലോൺ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. നമുക്ക് ബാങ്ക് ഓടിയും കൂടി പറയാം. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എക്സാമ്പിൾ ഓഫ് ലയബിലിറ്റി. സി, എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഫിക്സഡ് ഉണ്ട്, കറണ്ടും ഉണ്ട്. ജസ്റ്റ് ആലോചിക്കുക, 1 ഇയറിന് മുകളിൽ സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ലയബിലിറ്റി സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ദാറ്റ് ഈസ് ഫിക്സഡ് ലയബിലിറ്റി. ബാങ്ക് ലോൺ ഫ്രം അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമുക്ക് കുറെ ടൈം കിട്ടും. ക്രെഡിറ്റേഴ്സ് പെട്ടെന്ന് കൊടുക്കണം, കറണ്ട് ലയബിലിറ്റി ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് 1 മാസം കൊണ്ട് കൊടുക്കണം, അത് കറണ്ട് ലയബിലിറ്റി ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കറണ്ട് ലയബിലിറ്റി ആണ്, 3 മാസം കൊണ്ട് കൊടുക്കണം മാക്സിമം, അത്രേ ടൈം കിട്ടുള്ളൂ, ഡിപ്പെൻസ്. സോ പെട്ടെന്ന് കൊടുക്കേണ്ടതാണെങ്കിൽ അത് കറണ്ട് ലയബിലിറ്റി ആണ്.
നമുക്ക് ടൈം കിട്ടുന്നുണ്ടെങ്കിൽ അത് ഫിക്സഡ് ലയബിലിറ്റി ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. ക്യാപിറ്റൽ നത്തിങ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് 1 മാർക്ക് ചോദ്യം വരാറുണ്ട്. എമൗണ്ട് ഓർ അസറ്റ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. എമൗണ്ട് ഓർ അസറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി ഓണർ ടു ദ ബിസിനസ്. ബിസിനസ്സിലേക്ക് ഓണേഴ്സ് കൊണ്ടുവരുന്ന അസറ്റിനെയോ എമൗണ്ടിനെയോ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ഡ്രോയിങ്സ്, എമൗണ്ട് വിഡ്രോ, എമൗണ്ട് ഓർ ഗുഡ്സ് വിഡ്രോ ബൈ ദി ഓണർ ഫ്രം ബിസിനസ്. ബിസിനസ് ഓണർ പൈസയോ സാധനങ്ങളോ എടുത്തു കൊണ്ടുപോയാൽ ദാറ്റ് ഈസ് കോൾഡ് drawings. Revenue, these are the amount earned by the business through sale of its products or providing service to customers. Revenue എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ ഗുഡ്സ്, ഇപ്പൊ നമ്മളൊരു ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എങ്കിൽ ഈ പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസയാണ്. നമ്മളൊരു സർവീസ് ആണ് കൊടുക്കുന്നെങ്കിൽ ആ സർവീസ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസയാണെന്ത്? റവന്യൂ എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചർ, വെരി ഇമ്പോർട്ടൻറ്റ്. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് റിസോഴ്സസ് കൺസ്യൂംഡ് ഡ്യൂറിങ് ദ പീരീഡ് ആണ്. അതായത് നിങ്ങൾ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലവാക്കുന്ന പൈസ. ഓക്കെ, അപ്പോൾ ഈ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അത് 2 ടൈപ്പ് എക്സ്പെൻഡിച്ചർ എന്ന് ഓർത്ത് വെക്കാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മീൻസ് ലോങ് ടേമിലേക്കാണ് ചിലവാക്കുന്നെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഷോർട്ട് ടേമിലേക്കാണെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. എക്സാമ്പിൾ, പർച്ചേസ് ഓഫ് അസറ്റ്. ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നു, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. സാലറി പെയ്ഡ്, അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. റെന്റ് പെയ്ഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. വേജ് പെയ്ഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഇത് വ്യത്യാസം മനസ്സിലാക്കാൻ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഒരു 1 മന്തിലേക്കാണ് നമ്മൾ ചിലവാക്കുന്നത്, ഷോർട്ട് പീരീഡിലേക്കാണ് ചിലവാക്കുന്നെങ്കിൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. ലോങ് ടേമിലേക്കാണ് നമ്മൾ ലാൻഡ് വാങ്ങുന്നു, ബിൽഡിംഗ് വാങ്ങുന്നു, വെഹിക്കിൾ വാങ്ങുന്നു, മീൻസ് ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നു, ലോങ് ടേം ആണ് ഉദ്ദേശം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഈ വ്യത്യാസം കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം അവിടെ. ദെൻ എക്സ്പെൻസ്, എക്സ്പെൻഡിച്ചറിന്റെ ഒരു സബ് പോയിന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇന്റർ ചേഞ്ച് ആയിട്ട് ആളുകൾ യൂസ് ചെയ്യാറുണ്ട്. എക്സ്പെൻസ് മീൻസ് എമൗണ്ട് സ്പെൻഡ് ഇൻ ദ പ്രോസസ് ഓഫ് ഏർണിംഗ് റവന്യൂ. ബിസിനസ്സിൽ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെലവാക്കുന്ന പൈസ. സാലറി കൊടുക്കുന്നു, അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നു, വേജ് കൊടുക്കുന്നു, റെന്റ് കൊടുക്കുന്നു, ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കുന്നു. ഇതൊക്കെ എന്താണ്? എക്സ്പെൻസിന്റെ എക്സാമ്പിൾ ആണ്. ഇൻകം, ദാറ്റ് മീൻസ് ഇൻക്രീസ് ഇൻ ദ നെറ്റ് വർത്ത് ഓഫ് ദ ബിസിനസ്. നമ്മുടെ ബിസിനസ്സിന്റെ ടോട്ടൽ നെറ്റ് വർത്തിൽ, ബിസിനസ്സിന്റെ ടോട്ടൽ വാല്യൂവിൽ വർധന ഉണ്ടാക്കുന്ന ഇടപാടുകളാണ്. എന്ന് പറഞ്ഞാൽ പൈസ വരുന്ന ഇടപാടാണ്. ഇവിടെ റവന്യൂ എന്നുള്ള ഡിഫറൻസ്, റവന്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ സാധനം വിൽക്കുമ്പോൾ കിട്ടുന്ന പൈസ മാത്രമാണ്. ബട്ട് ഇൻകം എന്ന് പറഞ്ഞാൽ എല്ലാം വരും. നിങ്ങൾ കുറച്ച് ഷെയർ വാങ്ങിയിട്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിവിഡൻഡ് കിട്ടും, ദാറ്റ് ഈസ് എൻ ഇൻകം. നിങ്ങൾ കുറെ ഡിബഞ്ചേഴ്സ് വാങ്ങിയിട്ടു, അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. നിങ്ങളുടെ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. ഇതെല്ലാം ഇൻകം ആയിട്ട് നമുക്ക് കണക്കാക്കാം. നമ്മുടെ ബിസിനസിന്റെ ഇൻകം ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, ദെൻ ഗെയിൻസ് ഓർ പ്രോഫിറ്റ്, നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ് ആണെന്ത്? പ്രോഫിറ്റ്. റവന്യൂ കൂടുകയും എക്സ്പെൻസ് കുറയുകയും ചെയ്താൽ ദാറ്റ് ഈസ് പ്രോഫിറ്റ്. ലോസ് എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, എക്സസ് ഓഫ് എക്സ്പെൻസസ് ഓവർ റവന്യൂ. അതായത് എക്സ്പെൻസുകൾ കൂടുകയും വലിയ എക്സ്പെൻസ് വരികയും റവന്യൂ കുറയുകയും ചെയ്താൽ ദാറ്റ് ഈസ് കോൾഡ് ലോസസ്. പർച്ചേസസ്, ഇത് എന്തായാലും പഠിച്ചു വെക്കേണ്ട ഒരു ടെർമിനോളജിയാണ്. ഐ എം ജസ്റ്റ് സ്പീഡായിട്ട് പറയുകയാണ്, കാരണം ഇതൊന്നും പരീക്ഷയ്ക്ക് 1 മാർക്കിനും 2 മാർക്കിനും ചോദിക്കാറില്ല. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന ഗുഡ്സ് ആണ് കേട്ടോ. വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗുഡ്സ് വാങ്ങിച്ചാൽ ദാറ്റ് ഈസ് കോൾഡ് പർച്ചേസ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വിൽക്കുമ്പോൾ കിട്ടുന്ന പൈസയാണ്. നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നു, അത് വിൽക്കുമ്പോൾ, അത് സെല് ചെയ്യുമ്പോൾ, കസ്റ്റമറിന് കൈമാറുമ്പോൾ കിട്ടുന്ന പൈസയാണെന്ത്? സെയിൽസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ സർവീസ് കൈമാറുന്നു, അവർക്ക് നമ്മൾ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന പൈസയാണെന്ത്? സെയിൽസ് എന്ന് പറയുന്നത്. സ്റ്റോക്ക്, ദ ഗുഡ്സ് അവൈലബിൾ വിത്തിൻ ദ ബിസിനസ് ഫോർ സെയിൽ ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ് ഈസ് കോൾഡ് സ്റ്റോക്ക്. നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈവശം നമ്മുടെ വെയർ ഹൗസിൽ കിടക്കുന്ന വസ്തുക്കൾ,
ഒരു ഡേറ്റിന്, ഒരു സ്പെഷ്യൽ ഡേറ്റിന് കിടക്കുന്നുണ്ടെങ്കിൽ അവയെ നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റോക്ക് എന്ന് വിളിക്കാം. സോ ഗുഡ്സ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ബിക്കം സ്റ്റോക്ക്. മറന്നു പോകണ്ട, സെക്കൻഡ് ചാപ്റ്ററിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ആവശ്യമുണ്ട്. ഓക്കെ, സ്റ്റോക്ക് എന്നാണ് നമ്മൾ വിളിക്കുക. ഡെറ്റേഴ്സ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, 1 മാർക്ക് ചോദിക്കാറുണ്ട്. ഡെറ്റേഴ്സ് മാറിപ്പോകരുത്, 2 മാർക്കിനും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഡെറ്റേഴ്സ് ആർ പേഴ്സൺസ് ആൻഡ് അതർ എൻറ്റിറ്റീസ് ഹു ഓഫ് മണി ടു ദ ബിസിനസ് ആണ്. ഇത് മാറിപ്പോകരുത്, ഹു ഓഫ് മണി ടു ദ ബിസിനസ് ആണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ബിസിനസ്സിന് പൈസ കൊടുക്കാനുള്ളവരാണ്. ദിസ് ഇസ് ബിസിനസ് ആൻഡ് ദിസ് ഇസ് ഡെറ്റർ. ഡെറ്ററിനെ സംബന്ധിച്ച് ഡെറ്റർ ഇങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളവരാണ്. ഡെറ്റർ ഹാസ് ടു പേ മണി ടു ദ ബിസിനസ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ഓർത്ത് നോക്കുക? ഹു ഓസ് മണി ടു ദ ബിസിനസ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റും പഠിച്ചു നോക്കുക. ഇഫ് as per creditors are persons or other entities who have claim for money against business. Who have claim for money against business എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓസ് ടു ദം. അപ്പൊ ഇങ്ങനെ ബിസിനസ് ഓസ് ടു ദം എന്ന് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ക്രെഡിറ്റർ ആണ്, നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ളവരാണ്. ദിസ് ഇസ് ബിസിനസ് ആൻഡ് ദിസ് ഇസ് ക്രെഡിറ്റർ. വി ഹാവ് ടു പേ മണി. നമ്മൾ അവർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, റൈറ്റ്.